പപ്പു ലൈറ്റ് അടിക്ക് പപ്പു. പപ്പു ലൈറ്റ് അടിക്കാൻ. എനിക്ക് വെളിച്ചം കാണണ്ടേ? നിങ്ങൾ തന്നെ വെച്ചോളൂ. അത് വേണ്ട, എനിക്ക് കൂടി വെളിച്ചം കാണിച്ചു തന്നാ മതി. വേണ്ട, ഞാൻ വെളിച്ചം കാണിച്ചാ അത് നിങ്ങൾക്ക് ഇഷ്ടാവില്ല. അതെങ്ങനെയാ? നിങ്ങളത് പിടിക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. പപ്പു, അതല്ലേ രാവിലെ പറഞ്ഞേ? അല്ല. അതെ. അല്ല പപ്പു, പപ്പുവിന്റെ പോക്ക് ശരിയല്ലാന്ന് കണ്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്കെന്നെ ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു. പപ്പു, പപ്പുവിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല. പിന്നെ രാവിലെ പറഞ്ഞതോ? എന്ത്? കൂട്ടുകെട്ടൊക്കെ മതിയെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. പപ്പു വളരുകയാണ്, വലിയ ആളാകുകയാണ്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ പിണങ്ങണോ? അങ്ങനെയാണോ? ചേച്ചിക്ക് അറിഞ്ഞൂടാ. എന്നോട് പിണക്കമാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിച്ചു. ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഞാൻ മരിച്ച ആർക്കും ഒരു നഷ്ടമില്ല, എനിക്കറിയാം. വേണ്ട പപ്പു, നമ്മൾ തമ്മിൽ പിണങ്ങണ്ട. തീർന്നു പിണക്കം. ക്ലാസ് വാങ്ങിച്ചാല് എന്തെങ്കിലും പ്രസന്റേഷൻ അയച്ചു കൊടുക്കാമെന്ന് അച്ഛൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഉഴപ്പനെ കൊണ്ട് ക്ലാസ് വാങ്ങിപ്പിച്ചതിന് സത്യത്തിൽ ചേച്ചിക്ക് പ്രസന്റ് തരണ്ട്. കാണ്ടോ നോക്ക് സാറേ. ഹായ്, നല്ല മുഴക്കം. കിണ്ണത്തിൽ ഈർക്കിൽ വെച്ച് കൊട്ടുന്ന പോലുണ്ട്. പെണ്ണ് അപ്പുറം, ഞാന് ഇപ്പുറം. ഞങ്ങള് രണ്ടുപേരുടെ ഇടയില് ദാണ്ടെ ഇതുപോലെ ഒരു സ്ക്രീൻ. എനിക്ക് പെണ്ണിന്റെ കാല് മാത്രം കാണാം. പെണ്ണ് കാണാൻ ചെന്ന ഞാന് അങ്ങ് അയ്യേ നായിപ്പ്. പെണ്ണിന്റെ അമ്മാവനാണെങ്കിൽ ഉഗ്രപ്രതാപശാലി. പെണ്ണിനെ നേരിട്ട് കാണണമെന്നോട്ടോ അങ്ങനെ പറയാനൊക്കുവോ? പെണ്ണിന്റെ ഒരവയവം കാണിച്ചു തരാം അമ്മാവൻ. അതിൽ നിന്നും പെണ്ണിന്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അത്രേ. പെണ്ണിന്റെ അവയവം കാണണം അമ്മാവന്റെ ഒരു ചോദ്യം. ഞാനിങ്ങനെ ആലോചിച്ചു. പെണ്ണിന്റെ കാല് മാത്രം കണ്ടാൽ മതി. ഞാൻ അങ്ങോട്ട് മറുപടി പറഞ്ഞു. കാരണം ശ്രീരാമേന്ദ്രൻ സീതയെ കാണാൻ ചെന്നപ്പോൾ ദശരഥൻ ഇതുപോലൊരു ചോദ്യം ചോദിച്ചു. അന്ന് ശ്രീരാമേന്ദ്രൻ പറഞ്ഞ മറുപടി രാമായണത്തിലുണ്ട്. നിൻ ശരീരം താങ്ങി നിൽക്കും രണ്ടു കാലുകൾ കണ്ടാൽ പോരും, അങ്ങനെ മൗലേ നിന്റെ സൗന്ദര്യം ഞാൻ ഗ്രഹിച്ചിടാം. അത് ഞാൻ പെണ്ണ് കാണാൻ പോയ അന്തക്കാലം. ഇന്നത്തെ അറിവൊന്നും പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കത്തില്ല. രതിയെ വേണമെങ്കിൽ ഇപ്പൊ വിളിച്ച് കാണിച്ചു തരാം. അയ്യോ, ഇത് രതിയല്ല കേട്ടോ. അല്ല, ആമ്പിള്ളയുടെയും പെമ്പിള്ളയുടെയും വേഷം കണ്ട അവര് തിരിച്ചറിയാനൊക്കത്തില്ല. ഇവനെ ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള പയ്യന് മാമോനെ. ഇനിയിപ്പം ഇവളെ പെണ്ണ് കാണാൻ വന്നപ്പം ഇവളെ പെട്ടി കിടക്കുക.
ദേ അവരെല്ലാം നിന്നെ കാണാൻ കാത്തിരിക്കുന്നു. ഒന്ന് വന്നേ. എടി എന്നെ കാണാനല്ല, നിന്നെ കാണാനാ. വേഗം വാ. കൊടപ്പറന്നവനത്ര വലിയ തൃപ്തി പോരാ. നേര് പറയാമല്ലോ, എനിക്ക് ആ കൊച്ചനെ ഇഷ്ടമായി. ഒരുമാതിരി കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടും വരുമാനം ഒക്കെ ഇല്ലേ? അതുണ്ട്. ആ എങ്കിൽ പിന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട, അതങ്ങ് നടത്തിക്കളയാം. പപ്പു, അവര് കാണാൻ വന്നതിന് എന്നോടാണോ പിണങ്ങുന്നത്? അതിന് ഞാനാണോ ഉത്തരവാദി? അല്ലെങ്കിൽ ഇങ്ങനെ അയാളുടെ മുന്നിൽ പോയത്? പോയെന്ന് വെച്ച് ഇനിയിപ്പൊ കല്യാണം, അത് കഴിയുമ്പോഴും ചോദിക്കാമല്ലോ ഞാനാണ് ഉത്തരവാദിന്ന്. വന്നവർക്ക് പെണ്ണിനെ ഇഷ്ടമായോ? ആയിക്കാണും. നിങ്ങൾക്കാരെ ഇഷ്ടമായോ? ആരെ? ആ ആളിനെ. പിന്നെന്തിനാ ആ ആളിനെ കല്യാണം കഴിക്കുന്നേ? ആര് പറഞ്ഞു ഞാൻ അയാളെ കല്യാണം കഴിക്കുമെന്ന്? ഇല്ലേ? പറയൂ, ഇല്ലേ? അയ്യോ, പപ്പു, പപ്പു, എന്റെ പപ്പു, പപ്പു വിടൂ, പപ്പു, പപ്പു, എടി, പപ്പു, ആ, അയ്യോ, അമ്മേ, പോരെ, എടി, പോവാൻ. എടി, ഇനി നീ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്തിയാലേ പോകാനല്ലേ പറഞ്ഞത്? എന്താ ചേച്ചി, എന്താ ഇത്? മോനോട് ചോദിക്ക്. എന്താടാ? എടാ എന്താന്ന്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളെ ഞാൻ നിലയ്ക്ക് നിർത്തിക്കോളാം. നിങ്ങളുടെ മോനെ ഇനി അങ്ങോട്ടെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ.